ഈ അടുത്ത കാലത്തായിട്ട് ശരയോഗ വളരെ ട്രെൻഡായിട്ട് നല്ല രീതിയിൽ ശരയോഗ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ എല്ലാവരും വന്നു ചേരുന്നൊരു സ്ഥലമല്ല. എത്തേണ്ടവരെത്തും. വിശാലമായ അതേസമയം ഒരു സാധാരണ മനുഷ്യന് വളരെ കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു കൺസെപ്റ്റാണ് അഷ്ടാംഗ എന്ന് പറയുന്നത്. കാരണം ആ 8 ഘടകങ്ങൾ ഒരു മനുഷ്യനിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ ഈ പറയുന്ന തപസ്സനുഷ്ഠിച്ച് യോഗ ധ്യാന മുറകളെല്ലാം പരിശീലിച്ച് ഈ പറയുന്ന ജലത്തിന് മുകളിലൂടെ നടക്കുന്ന സിദ്ധി സ്വായത്തമൊക്കെ അങ്ങ് കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ റിയാലിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ വി ക്യാൻ ട്രാൻസ്ഫോം. അങ്ങ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു സമൂല പരിവർത്തനം. ഈ കലകൾ എന്നുള്ളത് നമ്മൾ അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ കൃത്യമായിട്ട് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ ചോദിക്കുന്നത്. ഇപ്പോൾ ഈ 16 കലകൾ ഇപ്പോൾ നമ്മൾ ഓരോ ദിവസം പ്രാണൻ ഓരോ സ്ഥലത്ത് അത് രണ്ടും വ്യത്യാസമാണ്. അമൃതകലയും വിഷകലയും അതെന്താണ്? ഇതുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? 10 രൂപയ്ക്ക് നീ 10 വർഷം കളഞ്ഞു. 10 വർഷം ആ സിദ്ധിക്ക് പുറകെ പോയി എന്നുള്ളതാണ്. റൊട്ടേറ്റിംഗ് ആൻഡ് റിവോൾവിങ് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്. കലയോട്ടം എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. പക്ഷേ ഈ കലയോട്ടം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ സാറ് ചെയ്യുന്ന യോഗ ധ്യാന മുറകളിലും വരുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. അമേസിംഗ് റേയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളിവിടെ വ്യത്യസ്തമായ ഒരു സംവാദത്തിന് തുടക്കമിടുകയാണ്. സ്പിരിച്വൽ വെൽനസ് രംഗത്ത് മലയാളികൾക്ക് വളരെ പരിചിതമായ 2 വ്യക്തിത്വങ്ങളെയാണ് ഇന്ന് പരിചയപ്പെടുന്നത്. ആദ്യമായി സ്വാഗതം ചെയ്യുന്നത് സയൻസ് ഓപ്പറത്തിൻ്റെ ഫൗണ്ടറായ ശ്രീ രാഹുൽ കാർത്തിക് സാറിനെയാണ്. സ്വാഗതം സർ. നമസ്കാരം. തുര്യം എന്ന പുസ്തകത്തിലൂടെ മലയാളികളുടെ ആത്മീയ ബോധത്തിലേക്ക് വെളിച്ചം വീശിയ ശ്രീ എം ദേവരാജൻ സാറിനെയാണ് അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുന്നത്. നമസ്കാരം സർ. നമസ്കാരം. അപ്പോൾ നമുക്ക് ആ സംവാദത്തിലേക്ക്. അപ്പോൾ ദീർഘകാലമായിട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് സാർ. സാറിൻ്റെ പുസ്തകം വായിച്ചു. സാറിനെക്കുറിച്ച് ഒരുപാട് പേര് പറഞ്ഞറിഞ്ഞു. അപ്പോൾ നമ്മൾ സാധാരണ ഈ പറയുന്ന നമ്മുടെ ക്ലാസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പലരോട് സംസാരിക്കുമ്പോൾ സാറിനെക്കുറിച്ചും സാറിൻ്റെ പുസ്തകത്തെക്കുറിച്ചും ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ആ പുസ്തകം ഒരു പുതിയ അനുഭവമായിരുന്നു. സാറുമായിട്ട് നേരിട്ട് സംസാരിച്ചവർ സാറ് ഒരു പുതിയൊരു അനുഭവമാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ സാറിനെ ഇന്നിപ്പം നേരിട്ട് പരിചയപ്പെടുന്ന ആദ്യമായിട്ടാണ്. നേരിട്ട് പരിചയപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടായി. സാറിൻ്റെ ശിഷ്യന്മാരിലൂടെയാണ് ഞാൻ ശരിക്കും സാറിനെയും പരിചയപ്പെടുന്നത്. ഓൺലൈനായിട്ട് പോലും അങ്ങനെ പരിചയത്തിലേക്ക് എത്തുന്നത് സാറിൻ്റെ ശിഷ്യന്മാരിലൂടെയാണ്. തീർച്ചയായും ഈ പറയുന്ന നമ്മുടെ സ്റ്റുഡൻസ് തന്നെ പലപ്പോഴും സാറ് തന്നെ പലപ്പോഴും ശരയോഗയിൽ നമ്മളെക്കുറിച്ച് പറയാറുണ്ട്, നമ്മളെ റെഫർ ചെയ്യാറുണ്ട്. ശരയോഗയും ശരനൂർ ശാസ്ത്രവും പറയുമ്പോൾ നമ്മളെ ഒന്ന് റെഫർ ചെയ്ത് അല്ലെങ്കിൽ ആൾക്കാർക്ക് ശരയോഗയെ എന്താ കാര്യം വെച്ചാൽ ഞാൻ അതിലൊരു അതോറിറ്റി അല്ല. പക്ഷേ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പ്രാണായാമം അത് തന്നെയാണല്ലോ, അത് കുറച്ച് കാര്യങ്ങൾ അറിയാം. പക്ഷേ ശരയോഗയിൽ അത് വാസ്റ്റായിട്ടുള്ളൊരു സബ്ജക്റ്റാണല്ലോ. അപ്പോൾ നമ്മൾ പൂർണ്ണമായും മാസ്റ്റർ ചെയ്യാത്തൊരു സാധനത്തെ നമ്മൾ അഡ്വക്കേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ആളുകൾക്ക് ഇതിലൂടെ ഒരു താല്പര്യം ഉണ്ടാവട്ടെ വേണ്ടി ഇൻട്രൊഡക്ഷൻ കൊടുക്കും വീഡിയോസിൽ. പക്ഷേ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോട് ഞാൻ വേഗം സാറിൻ്റെ പേര് അങ്ങനെ സജസ്റ്റ് ചെയ്ത് വിടാം. തീർച്ചയായും. അല്ല, അത് എനിക്കത് വളരെയധികം മനസ്സിലായിട്ടുണ്ട്, ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. കാരണം പലരും പറയാറുണ്ട് ദേവരാജൻ സാർ ഇതുപോലെ പറഞ്ഞു എന്ന് എന്നോട് പലരും പറയാറുണ്ട്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും ഫോണിൽ കൂടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന ആ ഒരു ആത്മീയ ബോധവും ആത്മീയ തലത്തിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കണം ആ ഒരു അതുകൊണ്ടാണ് ഞാൻ സാറിൻ്റെ 1-2 വീഡിയോസ് പിന്നീട് കണ്ടപ്പോൾ സാറിൻ്റെ ഒരു ലെവൽ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ. ഓക്കെ, പിന്നെ ആക്സസബിളുമാണ്, ആളുകൾക്ക് ആക്സസബിളുമാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വളരെ ഇതായിട്ട് ഡയറക്റ്റായിട്ട് ചേരാൻ അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ശരയോഗ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് അങ്ങനെയാണ് നമ്മൾ തമ്മിൽ കണക്ഷനായത്. അല്ല, ഇപ്പോൾ തന്നെ അങ്ങ് എഴുതിയ തുര്യം എന്ന് പറയുന്ന പുസ്തകം, തുര്യം യഥാർത്ഥത്തിൽ ശരയോഗയെക്കുറിച്ചുള്ള ഒരു ഗ്രന്ഥം അല്ല. പക്ഷേ അത് ഈ പറയുന്ന യോഗ വിദ്യകളെയും ധ്യാന വിദ്യകളെയും കുറിച്ച് മനസ്സിലാക്കി തരുന്ന ഒരു അറിവാണ്, ഒരു ഗ്രന്ഥമാണ്. പക്ഷേ അതിലൂടെയും കുറേ പേര് ശരയോഗയിലേക്ക് വന്നു ചേരുന്നു. എല്ലാ നദികളും സമുദ്രത്തിൽ ചെന്ന് ചേരുമെന്ന് പറയുന്നത് പോലെ ഓരോരുത്തരും ചെന്ന് ചേരേണ്ട വിധാനങ്ങളിൽ ചെന്ന് ചേരുന്നതിന് തീർച്ചയായിട്ടും തുര്യം ഒരു നിമിത്തമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ, ഒരു ദിശ കാണിച്ചു കൊടുക്കാൻ ആ നിയോഗമുള്ള ആളുകൾ അങ്ങയിലേക്ക് എത്തും. തീർച്ചയായും. അത്രയേ ഉള്ളൂ. ശരയോഗ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ എല്ലാവരും വന്നു ചേരുന്നൊരു സ്ഥലമല്ല. എത്തേണ്ടവരെത്തും. പിന്നെ ഇപ്പോൾ പ്രാണായാമം അഷ്ടാംഗയിൽ പ്രാണായാമം എന്ന് പറയുമ്പോൾ അവിടെയും ശ്വാസത്തെ മുൻനിർത്തി തന്നെയുള്ളൊരു പ്രാക്ടീസാണല്ലോ. അപ്പോൾ ശരിക്കും അങ്ങയുടെ അടിസ്ഥാനം അഷ്ടാംഗയാണ്.
അഷ്ടാംഗ യോഗമാണ്. പതഞ്ജലി യോഗസൂത്രമാണ് ഞാൻ ആദ്യമായിട്ട് എന്നെ എന്താ വായിച്ച് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ ഞാനുമായിട്ട് കണക്ഷനായ പുസ്തകം അതാണ്. അങ്ങനെ അതിനെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അറിയാലോ, ഏത് യോഗ ഗ്രന്ഥം എടുത്താലും ഇതേ സംഭവങ്ങൾ തന്നെയാണ് വ്യത്യസ്തമായ ഭാഷയിൽ പറഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ ഈ പതഞ്ജലി യോഗസൂത്രയുടെ ഒരു എന്താ വെച്ചാൽ അതിൽ സാധനാമാർഗം ഒരിക്കൽ എവിടെയും പറഞ്ഞിട്ടില്ല, ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. ആ ഒരു അതൊരു എന്താ പറയുക തിയററ്റിക്കൽ ടെക്സ്റ്റായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ടെക്സ്റ്റാണ് മറ്റു പുസ്തകങ്ങളൊക്കെ. അതെ. ശരിക്കും പതഞ്ജലി യോഗസൂത്രത്തിലെ ആസനങ്ങളെ കുറിച്ച് പോലും സ്ഥിരം സുഖമാസനം മതി. അല്ല, മറ്റേ പ്രാണായാമം പോലും ഇന്ന പ്രാണായാമങ്ങളാണ് ചെയ്യേണ്ടതെന്ന് എവിടെയും പറയുന്നില്ല. ഞാനെപ്പോഴും പറയാറുണ്ട് സാർ, അത് അഷ്ടാംഗ വളരെ ഒരു വിശാലമായ, അതേസമയം ഒരു സാധാരണ മനുഷ്യന് വളരെ കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു കൺസെപ്റ്റാണ് അഷ്ടാംഗ എന്ന് പറയുന്നത്. കാരണം ആ 8 ഘടകങ്ങൾ ഒരു മനുഷ്യനിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ ഈ പറയുന്ന യോജിപ്പ് സംഭവിക്കും എന്നുള്ളതാണ് യോഗ, അല്ലേ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അപ്പോൾ യമനിയമ അവനെ അനുവർത്തിക്കേണ്ട കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അത് കഴിഞ്ഞാൽ പിന്നെ ആസനാസ് ഈ പറഞ്ഞതുപോലെ പതഞ്ജലി ആസനങ്ങളെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. അപ്പം നമ്മുടെ ശാരീരിക തലത്തിന് വേണ്ട വ്യായാമങ്ങൾ അവിടെ കൊടുക്കുക എന്നുള്ളത് ഒരു മനുഷ്യന് വളരെ അത്യാവശ്യമാണെന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പ്രാണായാമയും ഈ പറയുന്നത് പോലെ അവിടെ ഒരു പ്രാക്ടീസും പറയുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞാണ് പിന്നെ ബാക്കി കാണുന്ന പ്രാണായാമ വിദ്യകളെല്ലാം വന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ പോകുമ്പോഴാണ് ധ്യാനത്തിലേക്ക് വരുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം മനുഷ്യരെല്ലാവരും ആദ്യമേ ധ്യാനിക്കാൻ പോകും. അതാണ് അപകടം. ഏറ്റവും വലിയ അപകടം അതാണ്. എന്താ വെച്ചാൽ എല്ലാവർക്കും പറ്റുന്ന ഒരു സ്റ്റേജ് അല്ലല്ലോ ധ്യാനം എന്ന് പറഞ്ഞാൽ. ശരിക്കും നമ്മൾ ഡയറക്റ്റായിട്ട് PG ചെയ്യുന്ന പോലെ 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഒന്നും കഴിയാതെ ഡയറക്റ്റ് PGക്ക് അങ്ങനെ ചിലവർക്കത് പറ്റും. കാരണം അവർ ജന്മജന്മാന്തരങ്ങളായിട്ട് ഈ യോഗ സംസ്കാരമുള്ള ആളായിരിക്കും. അവർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ കഴിഞ്ഞ ജന്മങ്ങളിൽ ധ്യാനമൊക്കെ പ്രാക്ടീസ് ചെയ്ത് ആ ലെവലിലെത്തിയ ആളാണെങ്കിൽ അവർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്താൽ ഈസി ആയിട്ട് കിട്ടും. അങ്ങനെയുള്ള ഗുരുക്കന്മാർ ധ്യാനവിദ്യ പരിശീലിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ അവർ ധ്യാനം തൊട്ടേ തുടങ്ങുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണ്. അവർ അവിടുന്ന് അങ്ങോട്ടാണ് അടുത്ത സ്റ്റേജിലേക്ക് എത്തിയത്. അപ്പോൾ അത് പൊതുജനസാമാന്യത്തിന് ഉപയുക്തമാവും എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ എന്താ പ്രശ്നം, അതിൻ്റെ ഒരു അപകടം എന്താ വെച്ചാൽ എല്ലാവരും ഇതേ വാസനാ സംസ്കാരം കൊണ്ട് വന്നവരല്ലാത്തതുകൊണ്ട് പലർക്കും അവിടെ എത്താനേ പറ്റില്ല. ഇത് പ്രാക്ടീസ് ചെയ്ത് കുറച്ച് ഒരു മാറ്റം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ പലരും ഇട്ട് വീണ് ചിലർ ജീവിതകാലം മുഴുവൻ ഇത് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. 6 മണിക്കൂറും 7 മണിക്കൂറും ഒക്കെ ധ്യാനം പ്രാക്ടീസ് ചെയ്തിട്ട് അവസാനം നിരാശരാവും. അങ്ങനെ കുറേ ആൾക്കാർ. ശരിയായ തുടക്കം നമുക്ക് ഒരുപാട് അനുഭവമുണ്ട്. എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ഒത്തിരി അനുഭവമുണ്ട്. അപ്പോൾ എന്നെ ഒരു പയ്യൻ ഇങ്ങനെ ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ശരയോഗ പഠിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറയും തീർച്ചയായിട്ടും നീ വന്നോളാൻ പറയാറുണ്ട്. അപ്പോൾ പിന്നെ എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട്, എനിക്കത് ക്ലാസ്സിലേക്ക് വരാനായിട്ടുള്ള കുറച്ച് സാമ്പത്തികം കൂടിയൊക്കെ ശരിയാക്കാനുണ്ട്, എന്നിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയായിക്കോട്ടെ, സമയം പോകാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വീണ്ടും വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, സാർ ഞാൻ ഉടനെ തന്നെ വരുന്നുണ്ട്, എനിക്ക് അതൊന്ന് ശരിയാക്കണം, അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ദിവസം 6 മണിക്കൂർ വരെ ധ്യാനിക്കുന്നുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു നിനക്കെന്താ ജോലി? അത് ഞാൻ ഈ പറയുന്നത് പോലെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു നീ 6 മണിക്കൂർ ധ്യാനിച്ചിട്ട് നീ എങ്ങനെ ജോലിക്കൂ? നീ ജോലിക്കുവോ? നിനക്കെങ്ങനെ സാമ്പത്തികം വെച്ചുണ്ടാവും? നീ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ പണ്ട് ശങ്കരാചാര്യർ ചെയ്തതുപോലെ നിനക്ക് സ്വർണ്ണനെല്ലിക്ക വീടിൻ്റെ തട്ടും പുറത്തുനിന്ന് വീഴുമോ? അങ്ങനെ വീഴത്തില്ലല്ലോ. അപ്പം ധ്യാനം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ചെയ്യേണ്ടതാണെന്നുള്ളത് പലരും മറന്നുപോയി. ധ്യാനം സ്വാഭാവികമായി ഉണ്ടാകേണ്ട ഒരു അവസ്ഥയാണല്ലോ. പിന്നെ അത് സ്വാഭാവികമായി ധ്യാനം സംഭവിക്കേണ്ടത് മറ്റേ ക്രിയ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പലരും ധ്യാനത്തിൽ ഈ പറയുന്ന ഒരു ഉപബോധ മനസ്സിലിരുന്നുകൊണ്ട് ഉണ്ടാകുന്ന ഭ്രമങ്ങൾക്ക് പുറകെ ധ്യാനമെന്ന് കരുതുന്നുണ്ട്. ഈ ഹാലൂസിനേഷൻ ഇല്യൂഷൻ ഒക്കെ ഒരുപാടുണ്ടാവും ധ്യാനത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരത് വിചാരിക്കുന്നത് ശരിക്ക് ചിതാകാശ ദർശനമാണ്, ആ കാഴ്ചകളാണ് എന്നൊക്കെ വിചാരിച്ചു പോകും. പലപ്പോഴും അവരുടെ സബ് കോൺഷ്യസിൽ നിന്നുള്ള കുറേ തോട്ട്സാണ് അവർ ധ്യാനത്തിൽ നിന്നുള്ള അനുഭവമായിട്ട് അവർ കരുതുന്നത്. പക്ഷെ അതിനപ്പുറത്തൊരു തലം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നുള്ളതാണ്. അങ്ങനെ ഒരു അപകടം ഉണ്ട് അതിന്.
അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിൽ ചാനലിലൊക്കെ പ്രത്യേകം അത് എടുത്തെടുത്ത് പറയും, നിങ്ങൾ എല്ലാവരും അതിൽ സ്റ്റാർട്ട് ചെയ്യരുത്. നമ്മൾ ശരിക്കും ഒരു സിലബസ് ആണല്ലോ, പതഞ്ജലി യോഗസൂത്ര പറഞ്ഞ ശരിക്കും ഒരു സിലബസാണ്. അത് പിന്നെ 1-ാം ക്ലാസ്സിൽ എന്ത് ചെയ്യണം, 2-ാം ക്ലാസ്സിൽ എന്ത് ചെയ്യണം എന്നുള്ളത് അങ്ങനെ തന്നെ പോയിട്ടുണ്ട്. നമ്മൾ ആ മാർഗം പോവുകയാണെങ്കിൽ എല്ലാവർക്കും പറ്റും. കൃത്യമായിട്ട് നമ്മളത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ കഴിയുന്നത്ര സാധ്യമായത്ര നമുക്ക് മുന്നേറാൻ കഴിയും. അല്ലെങ്കിൽ ജന്മം ചിലപ്പോൾ വേസ്റ്റ് ആവും. അതാ പ്രശ്നം. ഇത് ശ്രീരാമകൃഷ്ണ പരമഹംസരുമായിട്ട് ബന്ധപ്പെട്ട് 2 കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്ന് വിവേകാനന്ദ സ്വാമിയായിട്ട് ബന്ധപ്പെട്ട കഥയാണ്. വിവേകാനന്ദ സ്വാമിക്ക് പരമഹംസർ ഒരു യോഗവിദ്യ അഭ്യസിപ്പിച്ചു, ഒരു പ്രത്യേക ധ്യാനമുറ അഭ്യസിപ്പിച്ചു. അത് അഭ്യസിച്ചതിന് ശേഷം വിവേകാനന്ദ സ്വാമികൾ അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു, അദ്ദേഹത്തിലൊരു സിദ്ധി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. സിദ്ധി എന്ന് പറഞ്ഞാൽ വളരെ വിദൂരത്തിരിക്കുന്ന 2 ആൾക്കാർ, അദ്ദേഹത്തിന് അറിയാവുന്ന ആൾക്കാരായിരിക്കും. ഈ 2 ആൾക്കാർ എവിടെ ഇരിക്കുന്നു, ഇദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്ന് ധ്യാനിക്കുകയാണ്. ആ 2 വ്യക്തികൾ എവിടെ ഇരിക്കുന്നു, പിന്നെ ആ വ്യക്തികൾ അവിടെ എന്ത് സംസാരിക്കുന്നു, എന്ത് ചെയ്യുന്നു ഒക്കെ ഇദ്ദേഹത്തിന് ഈ പറയുന്ന ഉൾക്കണ്ണിൽ കാണുന്ന ഒരു അനുഭവം. നമ്മളിപ്പോൾ ഈ ടെലിപ്പതി എന്നൊക്കെ പറയുന്നത് പോലെ മറ്റൊരു തലം. അപ്പോൾ അങ്ങനൊരു അനുഭവം ഇദ്ദേഹത്തിനുണ്ടായി. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഈ കാണുന്നതൊരു ഇല്യൂഷനാണോ ഹാലൂസിനേഷനാണോ എന്ന് അറിയില്ലല്ലോ, അത് ചെക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ഇദ്ദേഹം ഈ ഒരു കാഴ്ച ധ്യാനത്തിൽ കണ്ടതിന് ശേഷം പിറ്റേ ദിവസം ഈ വ്യക്തിയെ കാണാൻ പോകും, ക്രോസ് ചെക്ക് ചെയ്യാൻ പോയി. ക്രോസ് ചെക്ക് ചെയ്യാൻ പോയിട്ട് ചോദിച്ചു, ഇത് അങ്ങ് ഇന്നലെ ഈ സമയത്ത് ഇന്ന സ്ഥലത്തുണ്ടായിരുന്നോ, കൂടെ ഇന്ന ആളുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. അതെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ വിഷയമാണോ സംസാരിച്ചത്? അതെ ഈ വിഷയമാണ് സംസാരിച്ചത്. അത് സ്വാമി എങ്ങനെ അറിഞ്ഞു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ശരി, അങ്ങനെ 2-3 ക്രോസ് ചെക്കിങ് കഴിഞ്ഞപ്പോൾ വിവേകാനന്ദ സ്വാമി ഉറപ്പിച്ചു, എനിക്ക് സിദ്ധി കിട്ടി. അങ്ങനെ സിദ്ധി കിട്ടിയെന്നുള്ള ആവേശത്തോടു കൂടി ഗുരുവിൻ്റെ അടുത്തേക്ക് പോയി, ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, ഗുരു അങ്ങ് പഠിപ്പിച്ച ധ്യാനവിദ്യ ഞാൻ പ്രാക്ടീസ് ചെയ്തു, എനിക്കിപ്പോൾ ഇങ്ങനൊരു സിദ്ധി കിട്ടിയെന്ന് പറഞ്ഞു. അദ്ദേഹം മറുപടി പറഞ്ഞു, ഈ പ്രാക്ടീസ് നീ ഇന്നത്തോടെ നിർത്തിക്കോ. ഈ സിദ്ധിക്ക് പുറകെ പോകേണ്ട ആളല്ല വിവേകാനന്ദൻ. വിവേകാനന്ദൻ ചിക്കാഗോയിൽ ലോക മതമഹാസമ്മേളനത്തിൽ ഭാരതത്തെ പ്രതിനിധീകരിച്ച മഹായോഗി വര്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മനിയോഗം അതിലും എത്രയോ വലുതാണെന്ന് അദ്ദേഹം ഗുരു തിരിച്ചറിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ സിദ്ധികളിൽ നിന്ന് മാറി ഈ പറയുന്ന ആ ശുദ്ധബോധത്തിൽ പ്രവർത്തിക്കാനും ആ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നുകൊണ്ട് വ്യക്തത ക്ലാരിറ്റിയിലേക്ക് പോകാനുമാണ് ഗുരു അവിടെ പലപ്പോഴും ഗൈഡ് ചെയ്തതെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, വരുന്നവരോട് പറയാറുണ്ട്, നമ്മൾ ഈ പറയുന്ന അത്തരം ഭ്രമങ്ങൾക്ക് പുറകെ പോകണ്ട. നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് എന്താണ് ഭൗതികത, എന്താണ് ആത്മീയത, എന്താണ് ബോധം എന്ന് പറയുന്നൊരു തലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും അങ്ങയോട് സംസാരിക്കുമ്പോഴും അങ്ങയുടെ പുസ്തകം വായിച്ചപ്പോഴും അങ്ങും ആ ഒരു ബോധത്തെയാണ് എപ്പോഴും അങ്ങ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അത് മാത്രമേ ഉള്ളൂ. അതെ അതെ, ആ പ്യുവർ കോൺഷ്യസ്നെസ്സിൻ്റെ ലെവലിലേക്ക് എത്തുക എന്നുള്ളതാണ് പരമമായ ലക്ഷ്യം. മറ്റൊക്കെ അതിൻ്റെ സൈഡ് എഫക്റ്റാണ്. അത് എല്ലാവർക്കും ഈ സൈഡാണ് ആവശ്യം. അത് കിട്ടാതിരിക്കാം. ചിലപ്പോൾ നമ്മളൊന്നും അറിഞ്ഞില്ല എന്ന് വരും. നമ്മൾ മറികടക്കുമ്പോഴേ ചില സിദ്ധികളൊന്നും നമ്മളിൽ ഉണർന്നത് നമ്മൾ തന്നെ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും, അപ്പുറത്തെത്തിയിട്ടുണ്ടാവും. ചിലർ സിദ്ധികൾ ഉണർന്ന് മാത്രം അറിയും, അപ്പുറത്തെത്തൂല്ല. അങ്ങനെയുള്ള 2 പ്രശ്നങ്ങൾ. മറ്റൊരു രസകരമായ കഥ ഇതുപോലെ തന്നെ സിദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട്, അതും എനിക്ക് തോന്നുന്നു പരമഹംസരുമായിട്ട് ബന്ധപ്പെട്ടാണോ എന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇതുപോലൊരു ശിഷ്യൻ ദീർഘകാലം ഈ പറയുന്ന തപസ്സനുഷ്ഠിച്ച് യോഗ ധ്യാന മുറകളെല്ലാം പരിശീലിച്ച് ഈ പറയുന്ന ജലത്തിന് മുകളിലൂടെ നടക്കുന്ന സിദ്ധി സ്വായത്തമാക്കി. അങ്ങ് കേട്ടിട്ടുണ്ടാവും ഈ കഥ. അപ്പോൾ ജലത്തിന് മുകളിലൂടെ നടക്കാനുള്ള സിദ്ധി വർഷങ്ങൾ നീണ്ട തപസ്സിലൂടെ ശിഷ്യൻ സ്വന്തമാക്കി. എന്നിട്ട് ഗുരുവിനോട് ഒന്ന് പറഞ്ഞു, ഗുരു ഞാനിപ്പോൾ ഈ സിദ്ധി സ്വന്തമാക്കി, ഞാൻ ഈ നദി ജലത്തിന് മുകളിലൂടെ മറികടന്നാണ് വന്നിരിക്കുന്നത്, നടന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചോദിച്ചു, ശരി നീ സിദ്ധിക്ക് വേണ്ടി എത്ര നാളായിട്ട് പരിശ്രമിക്കുന്നു? ഞാൻ 10 വർഷമായിട്ട് ഇതിനു വേണ്ടി മാത്രം, എൻ്റെ ഈ 10 വർഷക്കാലം ഇതിനു വേണ്ടി മാത്രം മാറ്റിവെച്ച് ഈ സിദ്ധി സ്വന്തമാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, നീ ഒരു 10 രൂപ ആ വള്ളക്കാരന് കൊടുത്തിരുന്നെങ്കിൽ അയാൾ നിന്നെ ഇപ്പുറത്ത് കൊണ്ടാക്കിയേനെ. ആ 10 രൂപയ്ക്ക് നീ 10 വർഷം കളഞ്ഞു. 10 വർഷം ആ സിദ്ധിക്ക് പുറകെ പോയി എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ പറയുന്ന ആത്മീയതയിൽ നമുക്ക് ഈ ബോധം എന്ന് പറയുന്ന തലത്തിലേക്ക് പോകാൻ ആൾക്കാർക്ക് വിമുഖതയാണ്. ആൾക്കാർക്ക് അതൊരു വിമുഖതയാണ് എല്ലാവർക്കും. അതിൻ്റെ സാറ് പറഞ്ഞതുപോലെ സൈഡിലേക്ക് പോകുമ്പോൾ അതിൽ നിന്നുള്ള കളർഫുള്ളായിട്ടുള്ള സാധനങ്ങൾ അത് ആണ് എല്ലാവരെയും എപ്പോഴും ഭ്രമിപ്പിക്കുന്നത്. പക്ഷേ റിയാലിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ വി ക്യാൻ ട്രാൻസ്ഫോം. അങ്ങ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു സമൂല പരിവർത്തനം നമുക്കുണ്ടാകും. അതൊരു ഹയർ ഡയമെൻഷനുമാണ്. അത് ആസ്വദിക്കേണ്ട ഒരു തലവുമാണ്. അത് വിജ്ഞാനമയ കോശത്തിൽ നിന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷനുമാണ്. അതിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളത് ആന്തരിക ബോധം. ആധ്യാത്മികതയുടെ ലക്ഷ്യം അതാണ്. നമ്മൾ ശുദ്ധബോധത്തിലേക്ക്
എത്തുക എന്നുള്ളത്, തോട്ട്ലെസ്നെസ്. അതെ അതെ. ശരയോഗയെ സംബന്ധിച്ച് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിലും അങ്ങനെ എനിക്ക് മറുപടി പറയാൻ അറിയാമെന്നുള്ളതാണെങ്കിൽ ഞാൻ പറയാം. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ അങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. ശരയോഗ വളരെ വാസ്റ്റായിട്ടുള്ളൊരു സബ്ജക്റ്റായിട്ടാണ് ഈ അടുത്ത കാലത്തായിട്ട് ശരയോഗ വളരെ ട്രെൻഡായിട്ട് ഇപ്പോൾ ട്രെൻഡായിട്ട് നല്ല രീതിയിൽ. ശരയോഗ എന്ന് പറഞ്ഞാലും അറിയില്ല സാർ, ഇപ്പോൾ എല്ലാവർക്കും ശരനൂൽ ശാസ്ത്രമാണ്. ശരയോഗയുടെ ഭാഗമാണ് ശരനൂൽ ശാസ്ത്രം. ശരനൂൽ ശാസ്ത്രം എന്ന് പറയുമ്പോൾ ടെക്നിക്സാണ്, അത് ശരഗതി മാറ്റാനുള്ള ടെക്നിക്സാണ്. പക്ഷേ ശരയോഗയുടെ ബേസിക് അടിസ്ഥാന വിധാനങ്ങൾ അറിയാതെ ശരനൂൽ ശാസ്ത്രം എങ്ങനെ കണക്റ്റഡ് ആകുമെന്ന് എനിക്ക് മനസ്സിലാകാറില്ല. ശരനൂലിൽ നമ്മുടെ ഇടയ്ക്ക് ഇതിൽ നമ്മുടെ പ്രാണായാമത്തിലും പറയുന്നുണ്ട് കലകളെക്കുറിച്ച് പറയുന്നത്. പക്ഷേ എന്താണ് കലകൾ എന്നുള്ളത് ഒന്ന് കുറച്ച് ആഴത്തിലുള്ള ചോദ്യമാണത്. ശരനൂലിനെ കുറിച്ച് സാറ് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ ബേസിക് ആയിട്ടുള്ള ചോദ്യത്തിൽ തുടങ്ങുന്നില്ല എന്നേ ഉള്ളൂ. ഈ കലകൾ എന്നുള്ളത് നമ്മൾ പിന്നെ അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ, കൃത്യമായിട്ട് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്താൽ. നമ്മൾ സാധാരണ കലകളെക്കുറിച്ച് പറയുമ്പോൾ ഷോഡശിയെ ബേസ് ചെയ്താണ് പറയുന്നത്. 16 കലകൾ അതിനെ ബേസ് ചെയ്താണ് പറയുന്നത്. അപ്പം ഏത് നമ്മളൊരു കാര്യത്തിൻ്റെയും പൂർണ്ണത ഈ ഷോഡശിയിലാണ്, 16ലാണ് പൂർണ്ണത. പൂർണ്ണചന്ദ്രനിൽ 16 കലകളാണ്. പൂർണ്ണചന്ദ്രനിൽ 16 കലകളാണ്. 16 കലകളാണ് പൂർണ്ണചന്ദ്രൻ്റെ പ്രത്യേകത. അതേസമയം ഈ 16 കലകൾ ഒരു പുരുഷനിലും ഒരു സ്ത്രീയിലും സകല ചരാചരങ്ങളിലും ഈ 16 കലകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ 16 കലകളും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അവൻ്റെ ശാരീരിക, മാനസിക, ആത്മീയ തലങ്ങളുടെ പ്രതിഫലനം എന്ന് പറയുന്നത്. ഈ 16 കലകളുടെ ബാലൻസിങ് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. ശരയോഗയെക്കുറിച്ച് പറയുമ്പം ശരയോഗയ്ക്ക് അതിനോട് പറയാൻ പറ്റുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ പ്രാണൻ്റെ സഞ്ചാരം എന്ന് പറയുന്നത്, നമ്മുടെ ഉള്ളിലെ പ്രാണസഞ്ചാര ഗതിയിൽ 16 ഡയമെൻഷനിൽ പ്രാണന് സഞ്ചാരഗതി സംഭവിക്കുന്നുണ്ട്. 16 ഡയമെൻഷൻസ് സംഭവിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് മേരു എപ്പോഴും ആരാധനാ സമ്പ്രദായങ്ങളിൽ മേരുവിനെ നമ്മൾ കണക്ട് ചെയ്യാറുണ്ട്. മേരു ഒരു ട്രയാങ്കുലർ പാറ്റേൺ ആണ്. മേരുവിനെ നമുക്കിവിടെ ശാക്തേയത്തിൽ മേരു എന്ന് പറഞ്ഞ് മഹാമേരു എന്ന് പറഞ്ഞ് തന്നെ ആരാധിക്കുന്നുണ്ട് അല്ലേ. അത് മേരു ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിൾ തന്നെയാണ് വിച്ച് റെപ്രസെൻസ് ശിവ. ലിംഗ റെപ്രസെൻ്റ് ചെയ്യുന്നത് അത് തന്നെയാണ്. ഇത് ഇൻവെർട്ടഡ് ട്രയാങ്കിൾ ആകുമ്പോൾ ശക്തിയായി. ഈ മേരു, ഈ പറയുന്ന മുരുകൻ്റെ കയ്യിലുള്ള വേല്, അതും റെപ്രസെൻ്റ്, അത് കുണ്ടലിനിയെയും റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഈജിപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിരമിഡ് ഈജിപ്ഷ്യൻ പിരമിഡ് എനർജി സെൻ്ററാണ്. അതും ഈ മേരു സങ്കല്പത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അതൊരു ഡയമെൻഷനാണ്, അത് പ്രാണൻ്റെ ഒരു ഡയമെൻഷനാണ്, ഒരു ജോമെട്രിക്കൽ ഫിഗറാണ്. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ 16 കലകൾ, ഇപ്പോൾ നമ്മൾ ഓരോ ദിവസം പ്രാണൻ ഓരോ സ്ഥലത്ത് അമൃതകലയില്ലേ സാർ ഉദ്ദേശിക്കുന്നത്? അത് രണ്ടും വ്യത്യാസമാണ്. അത് അമൃതകലയും വിഷകലയും. അതെ. അത് ഈ കലയുടെ അത് ആയോധന മുറയായിട്ട് ബന്ധപ്പെട്ട കലകളാണ്? ഒരിക്കലുമല്ല സാറേ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശരയോഗയിലെ ഒരു ടോപ്പിക്കാണ് ശരനൂൽ ശാസ്ത്രം. ശരയോഗയിലെ 16 കലകൾ, ഒരു മനുഷ്യനിൽ പ്രവർത്തിക്കുന്ന അടിസ്ഥാന പാറ്റേണുകൾ, ബ്രീത്തിങ് പാറ്റേൺസ്, 16 ഡിഫറെൻറ്റ് പാറ്റേൺസ് എൻ്റെ ഉള്ളിലും പ്രവർത്തിക്കുന്നുണ്ട്, അങ്ങയുടെ ഉള്ളിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ ഓരോ പാറ്റേണും 4 ഡയമെൻഷനിൽ പ്രവർത്തിക്കും. ഓരോ പാറ്റേണും ട്രയാങ്കിൾ ഒരു പാറ്റേൺ, ഞാൻ സാറിന് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറഞ്ഞുതരാം. ട്രയാങ്കിൾ ഒരു പാറ്റേൺ, ഓക്കെ, അത് ഒരു എനർജി, അത് സൂര്യനാഡിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ശിവ. ഇൻവെർട്ടഡ് ട്രയാങ്കിൾ, അതും ട്രയാങ്കിൾ തന്നെയാണല്ലോ, പക്ഷേ അതിൻ്റെ ഡയമെൻഷൻ മാറി, ഇൻവെർട്ടഡായി. അത് രണ്ടാമത്തത് ഇടകലയിൽ, അത് ശാക്തേയമാണ്, അത് ഫെമിനിൻ എനർജി, മറ്റത് മാസ്കുലിൻ എനർജിയാണ്. ഇനി ഇതിൻ്റെ രണ്ടും കൂടി മെർജ് ചെയ്യുന്ന അവസ്ഥയുണ്ടാവും, അപ്പോൾ ഷട്കോണാവും. അതിനെയാണ് നമ്മൾ പറയുന്ന ആറുമുഖൻ എന്ന് വിളിക്കുന്നത്. ശിവനും ശക്തിയും ചേരുമ്പോൾ ആറുമുഖം. അത് കഴിഞ്ഞാൽ ഇതിനകത്ത് വജ്രശരം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ട്രയാങ്കിൾ, ഇൻവെർട്ടഡ് ട്രയാങ്കിൾ മെർജ് ചെയ്യാതെ പരസ്പരം മുകളിലും താഴെയായിട്ട് നിൽക്കുന്നൊരവസ്ഥ വരും. അപ്പോൾ ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു കല തന്നെ, മേരു എന്ന് പറയുന്ന ഒരു കല തന്നെ 4ആയി പ്രവർത്തിക്കും. അങ്ങനെ 16 കലകളും 16 × 4 64 വിദ്യയായിട്ട് പരിണമിക്കും എന്നുള്ളതാണ്. 64 വിദ്യകളായിട്ട് അവിടെ പരിണമിക്കും. ഇത് ശരയോഗയുടെ തത്വമാണ് ഞാൻ പറഞ്ഞത്. അതായത് 64 തരം പ്രാണായാമം ഉണ്ട്, 64 തരം വിധാനങ്ങൾ. ശരയോഗയിൽ 64 തരം വിധാനങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും പ്രാണനെ. പ്രധാനപ്പെട്ട 16 വിധാനങ്ങൾ, ആ 16 വിധാനത്തിൽ ഓരോന്നിലും 4 വീതം. ഒരു മനുഷ്യൻ ഇതിൽ ഏതെങ്കിലും ഒരു വിധാനവും അതിൻ്റെ 4 തരത്തിലുള്ള പ്രാക്ടീസും പഠിച്ചാൽ അവൻ മതി. ഒരു ഗുരുപരമ്പരയ്ക്ക് ഒന്നേ വിധിച്ചിട്ടുള്ളൂ.
ഈ 16 കലകളും പഠിച്ചു, 16ൻ്റെയും 4 തരത്തിലുള്ള പാറ്റേണും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 64 മഹാദേവനായി. അതിനപ്പുറമൊന്നുമില്ല. 64 കലകളുടെയും തമ്പുരാൻ മഹാദേവനാണ്, പൂർണ്ണലയം. അപ്പോൾ ഒരു കല പഠിക്കുകയും നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന 16 കലകളിൽ അതിൻ്റെ ഒരു പാറ്റേൺ പഠിക്കുകയും അതിൻ്റെ 4 ഡയമെൻഷൻസിൽ നമുക്ക് കൺട്രോൾ കൊണ്ടുവരാനും പറ്റിയ ദാറ്റ് ഈസ് ശരയോഗ, ശരനൂൽശാസ്ത്രം അടിസ്ഥാന വിധാനം. ബ്രീത്തിൽ തന്നെയാണ് ആ പ്രാക്ടീസ്. അത് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത് മതി. നമ്മളല്ലാതെ ഈ 16 പഠിച്ച് 64 മഹാദേവനാവണ്ട. ഒന്ന് പഠിച്ചാൽ മതി. ഒന്നിലെ 4 ഡയമെൻഷനിൽ ഒന്നിലും 4 ഡയമെൻഷനിൽ പഠിച്ചാൽ. മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ അമൃതകലയും വിഷകലയും അതെന്താണ്, ഇതുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന്? അത് ശരിക്കും ഞാനിപ്പോൾ ശരയോഗയുടെ ഒരു ടോപ്പിക്കാണ് ശരനൂൽ ശാസ്ത്രം എന്ന് പറയുന്നത് പോലെ ശരയോഗയിൽ തന്നെ പറയുന്ന മറ്റൊരു ടോപ്പിക്കാണ് ജീവകലാശാസ്ത്രം. അതിനെ ചിലർ കലയോട്ടം എന്ന് പറയാറുണ്ട്. കലയോട്ടം അതേക്കുറിച്ച് ഒരുപാട് ആചാര്യന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് എന്താണ്? പ്രാണൻ നിൽക്കുന്ന സ്ഥലം തന്നെയാണ് അല്ലേ? കരു ഉളവാകുന്ന സമയം, കരു ഉളവാകുന്ന സമയം, ഗർഭപാത്രത്തിൽ കരു ഉളവാകുന്ന സമയം ഈ ശരിക്കും നമ്മുടെ പ്രാണന് എല്ലാവരും പറയാറുണ്ട്, ശരയോഗ ശരനൂൽ ശാസ്ത്രപ്രകാരം നമ്മുടെ പ്രാണൻ 3 നാഡികളിലൂടെ പ്രവർത്തിക്കുന്നു. അതെ, ഇടപിംഗല സുഷുമ്ന 3 നാഡികളിലൂടെ പ്രവർത്തിക്കുന്നു. ഇതിനെ അറിയുകയാണ് ശരയോഗ അല്ലെങ്കിൽ ശരനൂൽ ശാസ്ത്രം എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ ഈ നാഡികളിലൂടെയുള്ള പ്രാണൻ്റെ സഞ്ചാരം അറിഞ്ഞാൽ മാത്രം പ്രാണനിലേക്ക് എത്താൻ പറ്റില്ല. അതായത് പ്രാണൻ എന്ന് പറയുന്നത് ഒരു പ്രാപഞ്ചിക ഊർജ്ജമാണ്. പ്രപഞ്ചത്തിലെ സകല കാര്യങ്ങൾക്കും ഒരു പൊതു സ്വഭാവമുണ്ട്. ഈ പ്രാപഞ്ചിക ഊർജമെല്ലാം തന്നെ ഒരു പൊതു സ്വഭാവത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട്. അത് ചലനാത്മകമാണ്. നമുക്ക് ഫോർ എക്സാമ്പിൾ സെലസ്റ്റിയൽ ബോഡീസിനെ എടുക്കാം. ആകാശത്തുള്ള ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും ഒക്കെ നമുക്ക് പരിശോധിക്കാം. ഇപ്പം സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും ഗ്രഹങ്ങളെല്ലാം പരിക്രമണം ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഭൂമി സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്നു. അപ്പോൾ ഭൂമിക്ക് സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യാനായിട്ടൊരു പാതയുണ്ട്. ഒരു ഇൻവിസിബിളായിട്ടുള്ള അദൃശ്യമായൊരു പാതയിലൂടെ കൃത്യമായി അത് സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ഭൂമിയെ ജീവനായി കരുത്, ഭൂമി പ്രാണനാണെന്ന് കരുത്. അപ്പോൾ ഈ സൂര്യന് ചുറ്റും ആ ഭൂമി ചലിക്കുന്ന ആ പരിക്രമണ പാതയാണ് നാഡികളെന്ന് കരുതിക്കും, ഇടപിംഗല സുഷുമ്ന എന്ന് കരുതിക്കും. നമ്മുടെ ജീവൻ അതുപോലെയാണ്. ഇനി ഭൂമിക്ക് ആ ചലനം മാത്രമല്ല, ഭൂമി സ്വന്തം അച്ചുതണ്ടിലും കറങ്ങുന്നുണ്ട്. സ്വന്തം അച്ചുതണ്ടിലും ഭൂമിക്ക് ഒരു കറക്കം സംഭവിക്കുന്നുണ്ട്. റൊട്ടേറ്റിംഗ് ആൻഡ് റിവോൾവിങ് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്. അതാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സ്വന്തം അച്ചുതണ്ടിലുള്ള ചലനം, ആ സ്വന്തം അച്ചുതണ്ടിലുള്ള ചലനമാണ് ഭൂമിയിൽ ദിനരാത്രങ്ങൾ തീരുമാനിക്കുന്നത്. സൂര്യന് ചുറ്റുമുള്ള ചലനമാണ് വർഷം തീരുമാനിക്കുന്നത്, ഋതുഭേദങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രാണനിൽ ഈ പറയുന്ന നാഡികളിലൂടെയുള്ള സഞ്ചാരം നമ്മുടെ ഋതുഭേദങ്ങളെ പ്രതിനിധീകരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന നമ്മുടെ ഫിസിക്കലി മെൻ്റലി സ്പിരിച്വലി ആ ബാലൻസിങ്, യോഗ പറയുന്ന യോജിപ്പിലേക്ക് നമ്മളെ എത്തിക്കുമ്പോൾ നമ്മളിൽ ഈ പറഞ്ഞ മൈന്യൂട്ടായിട്ട് സൂക്ഷ്മതലത്തിലുണ്ടാകുന്ന ഓരോ ചെറിയ മാറ്റത്തിനും അടിസ്ഥാനം പ്രാണൻ്റെ സ്വന്തം അച്ചുതണ്ടിലെ ചലനമാണ്. പ്രാണന് ആ ചലനവും സംഭവിക്കുന്നുണ്ട്. ആ ചലനം ഈ പറയുന്ന ഒരു ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയാണ്. ഞാൻ അത് ഒരു ക്ലാരിറ്റി കിട്ടാണ്ട് നമുക്ക് ഈ ഇപ്പോൾ ശുക്ലപക്ഷ പ്രഥമ ആ സമയത്ത് ആ പ്രാണൻ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ, ഞാനിപ്പോൾ പറഞ്ഞില്ലേ സാർ, ഞാൻ അവസാനം പറഞ്ഞ പോയിന്റ് സാർ ശ്രദ്ധിച്ചോ, പ്രാണൻ നാഡികളിലൂടെ ചലിക്കുന്നുണ്ട്. സൂര്യൻ അതുപോലെ ഇനി ഈ പ്രാണൻ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നുണ്ട്. അത് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ആണെന്ന് പറഞ്ഞു. ദീസ് ക്ലോക്ക് വൈസ് ഈസ് അമൃതകല ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഈസ് വിഷകല. ഒരു ദിവസത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറ്റമാണ്. അതാണ് ശരിക്കും അതൊരു വളരെ ഗോപ്യമായിട്ടുള്ളൊരു ശാസ്ത്രമാണ്. എന്നാലും അങ്ങ് ചോദിച്ചത് കൊണ്ട് ഞാനത് പറയുമ്പോൾ തീർച്ചയായിട്ടും ചന്ദ്രൻ്റെ തിഥിയുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും നമ്മുടെ പ്രാണനെ സ്വാധീനിക്കുന്നത് സൂര്യചന്ദ്രന്മാരാണ്. ഇടകലൈ ചന്ദ്രൻ വലകലൈ സൂര്യൻ എന്ന് പറഞ്ഞാണ് ആ ശ്ലോകം ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ ഈ ചന്ദ്രൻ്റെ ഊർജ്ജം നമ്മളിൽ പ്രവഹിക്കുന്നുണ്ട്. ഈ ചന്ദ്രൻ്റെ ഊർജ്ജം ഭൂമിയിലെ സകല ചരാചരങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട്. ജ്യോതിഷപ്രകാരം ചന്ദ്രൻ മനകാരകനാണ്. ഒരുത്തന് മാനസിക പ്രശ്നം ഉണ്ടായ ഇംഗ്ലീഷിൽ പറയും ലുണാറ്റിക്കാണെന്ന് പറയും. അപ്പോൾ ചന്ദ്രന് നമ്മുടെ മാനസിക തലവുമായിട്ട് അഭേദ്യമായിട്ടൊരു ബന്ധമുണ്ട്. ശാരീരിക തലത്തിൽ സ്വാഭാവികമായിട്ടും മാനസിക തലത്തിലുണ്ടാകുന്ന സ്വാധീനം ശരീരത്തെയും സ്വാധീനിക്കും. ദാറ്റ് ഈസ് സൈക്കോസൊമാറ്റിക്. ആ ശരീരത്തിലേക്കും അതിൻ്റെ സ്വാധീനം ഉണ്ടാവും. അപ്പോൾ ഈ ചന്ദ്രൻ്റെ
തിഥി അനുസരിച്ച് ചന്ദ്രൻ്റെ പ്രധാനപ്പെട്ട 2 തിഥി വാവുകൾ, പൗർണമി, അമാവാസി, അതിനിടയ്ക്ക് 14 ദിവസത്തെ ഇൻ്റർവെൽ അല്ലേ, പ്രഥമ മുതൽ ചതുർദശി വരെയുള്ള 14 ദിവസത്തെ ഇൻ്റർവെൽ. ഈ ഓരോ ദിവസവും ചന്ദ്രൻ്റെ തിഥിക്കും സ്ഥാനത്തിനും അനുസരിച്ച് ഈ പ്രാണൻ്റെ സഞ്ചാരഗതി പടിപടിയായിട്ട് ശരീരത്തിൽ ഓരോ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരും. ആ പ്രാണൻ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന പ്രാണൻ്റെ സൗഖ്യശരം പ്രവർത്തിക്കുന്ന കേന്ദ്രമാണ് അമൃതകല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പഴയ കാലങ്ങളിൽ വൈദ്യന്മാർ കലയറിഞ്ഞവനാണ് വൈദ്യൻ എന്ന് പറയാൻ കാര്യം. ഇനി ഇതിൻ്റെ ഞാൻ പറഞ്ഞു ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ്, ഇതിൻ്റെ നേരെ അമൃതകല നിൽക്കുന്നതിൻ്റെ 7ാം സ്ഥാനത്ത് വിഷകല. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രവർത്തനം നടക്കാറുള്ളത്. ഞാൻ കേട്ടിട്ടുണ്ട് ആയോധന കലയൊക്കെ ചെയ്യുമ്പോൾ അതെ അതെ ആ വിഷകല എവിടെ നിൽക്കുന്ന അവിടെ മുറിവായാൽ രക്ഷപ്പെടില്ല എന്നാണ് അല്ലേ? തീർച്ചയായിട്ടും. ചികിത്സയിൽ തന്നെ പണ്ട് വിഷചികിത്സയൊക്കെ ചെയ്യുന്ന സമയത്ത് വൈദ്യന്മാർ ആദ്യം നോക്കുന്നത് അമൃതകല, വിഷകലയാണ് നോക്കുന്നത്. വിഷകലയിലാണ് ഈ പറയുന്ന മർമ്മം കിടക്കുക. അതെ, മർമ്മം കേൾക്കുക മാത്രമല്ല, നമ്മൾ വിഷം തീണ്ടിയതെങ്കിൽ വിഷചികിത്സയിൽ ചികിത്സ അസാധ്യമാണ്. അപ്പോൾ അവിടെ ആ കല അറിഞ്ഞാണ് ചികിത്സിച്ചുകൊണ്ടിരുന്നത്. ഇനി ആയോധന കലയിലേക്ക് വരുമ്പോൾ ഈ വിഷകലയെ അറിഞ്ഞിട്ടാണ് ഈ പറയുന്ന 8 തരത്തിലുള്ള അഭ്യാസങ്ങൾ നടത്തുന്നത്. നമുക്ക് മർമ്മം 8 തരത്തിൽ ഏൽപ്പിക്കാം. അഷ്ടമർമ്മം അല്ലേ, വെട്ടുമർമ്മം, കുത്തുമർമ്മം, നോക്കുമർമ്മം, ചൂണ്ടുമർമ്മം, പിന്നെ ഉള്ളുമർമ്മം, അഷ്ടമർമ്മം എന്നൊക്കെ പറഞ്ഞ് 8 രീതിയിൽ, തട്ടുമർമ്മം, അങ്ങനെ 8 രീതിയിൽ മർമ്മം ഏൽപ്പിക്കാം. ഈ 8 രീതിയിലും മർമ്മം ഏൽപ്പിക്കുമ്പോൾ ശരിക്കും ഇതിനകത്ത് ഫിസിക്കലി നമുക്കൊരു മർമ്മത്തെ, രുചാകര പ്രാണഹരത്തിൽപ്പെട്ട ഒരു മർമ്മത്തിന് നമുക്ക് ആഘാതം ഏൽപ്പിക്കണമെങ്കിൽ അമൃതകലയെന്നും അറിയണ്ട, അമൃതകല അറിയണ്ട. പക്ഷേ മെയ്തിണ്ട കാലത്ത് നിന്നുകൊണ്ട് മർമ്മം ഏൽപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എനർജി ട്രാൻസ്ഫർ ചെയ്താലേ പറ്റുള്ളൂ. അത് ഈ പറയുന്ന വിഷകല അറിയുന്ന ഒരാൾക്ക് മാത്രമേ, കലയോട്ടം അറിയുന്ന ഒരാൾക്ക് മാത്രമേ മെയ്തിണ്ട കാലം പ്രകടിപ്പിക്കാൻ പറ്റൂ. നോക്കുമർമ്മം, ചൂണ്ടുമർമ്മം പ്രകടിപ്പിക്കണമെങ്കിൽ അവൻ ജീവകല അറിയണം, അവന് കലയോട്ടം വശമുണ്ടെങ്കിലേ പറ്റുള്ളൂ. അത് അമൃതകല, വിഷകല എന്ന് പറയുന്നത് ജീവകലാശാസ്ത്രത്തിലെ ഒരു ടോപ്പിക്കാണ്. വളരെ ഗഹനമായിട്ടുള്ള, വളരെ ഗോപ്യമായിട്ടുള്ളൊരു സയൻസാണ്. അത് വൈദ്യവുമായിട്ട്, പ്രത്യേകിച്ചും അത് ചിന്താമണി വൈദ്യത്തിലും സിദ്ധവൈദ്യവും അതിനെ ബേസ് ചെയ്താണ് പ്രവർത്തിക്കുന്നത്. അത് ശരയോഗയുടെ ഒരു ഭാഗമാണ്. നന്ദി. എന്താ പറയുക, ഞാൻ ആ ഒരു വഴിയിലൂടെ വന്നതല്ലാത്തതുകൊണ്ട് അതെ അതെ ഉള്ള അറിവുകൾ വെച്ചിട്ട് അതൊന്ന് ക്ലിയർ ചെയ്യാന്നുണ്ട്. അല്ല, തീർച്ചയായിട്ടും അത് ഈ കലയോട്ടം എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. പക്ഷേ ഈ കലയോട്ടം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ സാറ് ചെയ്യുന്ന യോഗ ധ്യാന മുറകളിലും വരുന്നുണ്ട്. അതാ എനിക്ക് അപ്ലൈ ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും. അതിന് ഉദാഹരണത്തിന് ഇന്നിപ്പോൾ ശനി, ഇന്ന് പ്രഥമ, ദ്വിതീയ, ഇന്ന് ദ്വിതീയാണെന്ന് തോന്നുന്നു. ഇന്ന് നമുക്ക് ശുക്ലപക്ഷം കഴിഞ്ഞ് ഇന്ന് ദ്വിതീയയാണ്. ദ്വിതീയ ആകുമ്പോഴേക്കും പുരുഷനിൽ വലതുകാലിൻ്റെ പെരുവിരലിന് മുകളിൽ, അപ്പം പുറങ്കാൽ മധ്യത്തിലേക്ക് എത്തി, 2ാം സ്ഥാനത്തേക്ക് എത്തി, പുറങ്കാൽ മധ്യത്തിലേക്ക് എത്തി. അത് പിന്നെ കാൽക്കരണ്ടയിലേക്ക്, അത് കഴിഞ്ഞാൽ പിന്നെ കാൽമുട്ടിലേക്ക്, പിന്നെ ഗുഹ്യത്തിലേക്ക്, അതിങ്ങനെ ക്രമമായി പോയി അവസാനം പൗർണമി അത് സഹസ്രയിൽ പ്രവേശിക്കും. സഹസ്രയിൽ നിന്ന് പിന്നെ അതിന് ഷിഫ്റ്റാണ്, ഇറക്കമാണ്, വളർപ്പിറയും തേർപ്പിറയും. അതെ, ഇറക്കം സംഭവിക്കും. അത് സ്ത്രീയിലും ഓപ്പോസിറ്റ് ഡയമെൻഷൻ സംഭവിക്കുന്നു. അത് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ സ്ത്രീയിൽ ഈ പറയുന്ന പ്രാണന്റെ ഓട്ടം, കലയോട്ടം. ഇതിനെപ്പറ്റി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ശരയോഗ ക്ലാസ്സുകളിൽ തീർച്ചയായിട്ടും ശരയോഗ പഠിക്കുമ്പോൾ നമ്മൾ പ്രാഥമികമായിട്ടും നമ്മൾ പ്രാണൻ എന്താണെന്ന് പഠിക്കണം. പ്രാണൻ എന്താണെന്ന് പഠിച്ച് നാഡികളിലൂടെയുള്ള അതിൻ്റെ ചലനം പഠിക്കണം. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഈ പറയുന്ന ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ്, അതിൻ്റെ സ്ഥാനങ്ങൾ, അതിലാണ് ഈ പറയുന്ന ജീവകല വരുന്നത്. അതിനേക്കാളും പരമപ്രധാനമായിട്ട് ഈ പ്രാണനിൽ പഞ്ചഭൂത തത്വങ്ങളുടെ അനുവാദം പഠിക്കണം. അടുത്തൊരു ചോദ്യമായിട്ട് ഇത്രയും പഠിച്ചാൽ ശരയോഗ പൂർണ്ണമാകും. അടുത്തൊരു ചോദ്യമായിട്ട് വെച്ചിരിക്കുന്നത്